എന്നാ കൊച്ചിനെ ആര് കൊണ്ടുപോയി കൊന്നോ ഒന്നും നമുക്ക് അറിയുന്നില്ലേ. എന്നെ പൊന്നു ദൈവമേ. പട്ടി വന്ന് കിടന്നതിന്റെ വലത്ത് സൈഡിലാണ് ഈ ഷർട്ട് കിട്ടുന്നത്. അതിനകത്ത് മൊത്തം ചെളിയാ, ചേറ് കണ്ടത്തിലെ. അപ്പൊ അവൻ അടി കൂടി പിടിച്ചാല് കണ്ടെത്തി വന്നു. പോലീസിന് ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ഞങ്ങള് നാട്ടുകാർ ഇന്നലെ ഞങ്ങൾ 4 പെണ്ണുങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഫസ്റ്റിലെ തോർത്ത് കിട്ടുന്നത് മരത്തിന്റെ മണ്ടേന്ന്. ആ തോർത്തും കിട്ടി ഇപ്പോഴത്തെ വന്നപ്പോഴാണ് അവന്റെ മുടി കിട്ടുന്നത്. അതും കഴിഞ്ഞ് വന്നപ്പോഴാണ് 2 ചെറുക്കന്മാർക്ക് അവന്റെ ഷർട്ട് കിട്ടുന്നത്. ഈ പോലീസ് അറിവിന് എന്തിനാ നടക്കുന്നേ? അവർക്ക് ജീവിച്ചിരിപ്പില്ല, അതുറപ്പ്. കലേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി ജീവിച്ചിരിപ്പില്ല. അഞ്ചൽ ചന്നപ്പേട്ട മൂങ്ങോട് നിന്നും കാണാതായ ചരുവിളപ്പുത്തൻ വീട്ടിൽ കലേന്ദ്രനു വേണ്ടി പോലീസ് നടത്തുന്ന അന്വേഷണം പ്രഹസനമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. കലേന്ദ്രനെ കാണാതായിട്ട് 3 ആഴ്ച പിന്നിടുമ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുന്നത് ആരെ സംരക്ഷിക്കുവാൻ? ഇത് ഞങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഒരു 1/2 കിലോമീറ്റർ മാറ്റിയാണ് അവന്റെ തോറത്ത് ഈ മുടിയ, ഈ കൈലി, ഈ ഷർട്ട് കൊണ്ടിട്ടാക്കുന്നത്. അതെന്തുവാ? നമ്മൾ എന്തെങ്കിലും തെളിവ് കിട്ടുമ്പോൾ പോലീസുകാരെ വിളിക്കുമ്പോൾ അവരിങ്ങോട്ട് വന്നല്ല ഏതത്തിന് കവറിനകത്ത് അങ്ങോട്ട് കയറ്റി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അവരങ്ങ് പോവുക. അത് ന്യായമാണോ? അത് ആണോ? അവർ ചെയ്യേണ്ട ന്യായം ഇത്. അവരെ വേണം നമുക്ക് ഈ തെളിവ് എടുത്തു തരാനും കൊണ്ട്. ഇത് നമ്മൾ കഷ്ടപ്പെട്ട് കാട് കയറി തെളിവ് എടുത്തു കൊടുക്കുക. ഇനി നിങ്ങൾ ഇന്നലെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് SI ഉൾപ്പെടെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇന്ന് നേരെ പോയി നിങ്ങളങ്ങ് പോയി നമുക്ക് നാളെ കാണാം എന്തോ സമ്മതാലോചന എങ്ങോട്ടാന്ന് അവിടെ അല്ലല്ലേ. ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ തിരക്കായി കാട് കയറിയത്. അന്നേരം അവർ വേണം ഞങ്ങൾക്കൊപ്പം കൊടുത്തിട്ട് അവർക്ക് തെളിവില്ലെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾ എന്തൊരു തെളിവ് വേണം അവർക്ക് കൊടുക്കേണ്ടത്, പോലീസുകാർക്ക് കൊടുക്കേണ്ടത്. ഇന്ന് പുള്ളിയെ കൂടെ എടുത്ത് നമ്മൾ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? നമുക്കിനി ഈ വനമായ വനത്തിൽ ഇന്ന് 5-6 ദിവസം കൊണ്ട് 100-200 പേര് പുറത്ത് കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത്രയും തെളിവെല്ലാം കാണിക്കാൻ പറ്റും. പോലീസുകാർ ഇതെല്ലാം ഇന്നടത്ത് ഇരിപ്പുണ്ടെന്ന് പറയുമ്പോൾ മാത്രം അവർ വണ്ടി എടുത്തോണ്ട് വരുന്നു, ഇതെല്ലാം എടുത്തോണ്ട് പോകുന്നു. പണമുള്ളവന്റെ വീട്ടിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇതെന്നേ കണ്ടുപിടിക്കത്തില്ലായിരുന്നു. എന്നേ ഒരു മിസ്സിംഗ് ആയാലും കണ്ടുപിടിക്കത്തില്ലായിരുന്നു. ഏത് വിധേനയാണെങ്കിലും അവർ കണ്ടുപിടിച്ചാണ് ഇല്ലയോ. അപ്പൊ ഈ പണവും ഇല്ല, മുതലും ഇല്ല, തള്ളയും തന്ത ഇല്ലാത്തൊരു വ്യക്തി അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് പറയുന്നുണ്ട്. ഇത് താഴ്ന്ന ജാതിക്കാരനോ, അവന് ആളില്ല, പേരില്ല, തിരക്കാൻ ആളില്ല, 2 അനിയന്മാരേ ഉള്ളൂ, പിന്നെ 2 പൊടി കൊച്ചുങ്ങളാ, പിന്നെ ഒരു പെങ്ങളേ ഉള്ളൂ, പിന്നെ നമ്മളൊക്കെ പലയിടത്ത് താമസിക്കുന്നത്, നമ്മളൊക്കെ ഓടി വന്ന് തിരക്കാൻ ആളില്ലെന്നുള്ള ഒറ്റ രീതി കൊണ്ട് മാത്രമാണ് ഇത് കണ്ടുപിടിക്കാത്തതും പോലീസിന്റെ ഭാഗത്തുനിന്ന്. ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഞങ്ങൾ എപ്പോഴും ഇത് പറയുന്ന കാര്യമാണ്. കാശ് അറിയാനുണ്ടെങ്കിൽ എന്നേ കണ്ടുപിടിക്കത്തില്ലായിരുന്നു. ഒരു പൊടി കൊച്ചിനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ആയിരുന്നെങ്കിൽ എന്നേ കണ്ടുപിടിച്ചാനായിരുന്നല്ലോ. നീതി കിട്ടിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ ഉപരോധിക്കും. അത് യാതൊരു മാറ്റമല്ല. നീതി കിട്ടുന്ന പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങത്തില്ല. ഈ പ്രതിയെ ഞങ്ങൾക്ക് പിടിച്ചു വെക്കും. അത് ഞങ്ങളുടെ ഉറച്ച തീരുമാനം. ഞങ്ങളിനി പട്ടിണി കിടന്നാലും ചത്താലും ശരി തന്നെ ഞങ്ങൾക്ക് പ്രതികളെ കിട്ടണം. അത് ഈ പ്രതികൾ ഈ നമ്മുടെ ഇട്ടവട്ടത്ത് നമ്മുടെ മൂക്കും തുമ്പത്തുണ്ട് ഈ പ്രതികൾ മൊത്തം. ഞങ്ങൾ കയറി പോകുമ്പോഴും അവരിരുന്ന് ചിരിക്കുക. അവിടെ ബഹളം നടക്കുന്നത് ഞാൻ ചെല്ലുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി അവിടെ ചെന്ന് പിന്നെ സതീശൻ്റെ കിഴക്കേ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ പിടിയും വലിയൊക്കെ നടക്കുന്ന ഞാൻ കാണുന്നത്. ആര്? വേറെ ആൾക്കാർ. അമ്മാച്ചൻ്റെ അലപ്പോ ബഹളോ ഒന്നും കേൾക്കുന്നില്ല. പിറ്റേന്ന് തൊട്ട് ഞാൻ അമ്മാച്ചനെ കണ്ടിട്ടുമില്ല. ഇവരെ തിരക്കി വരുമ്പോൾ ഞാൻ പറയുന്നത് 16-ാം തീയതി അമ്മാച്ചൻ അവിടെ പോയിട്ടുണ്ട് എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ പോയി അന്വേഷിക്കാനാണ്. ചേട്ടന്റെ ഒരു സംശയം എങ്ങനെയാണ്? സംശയം അവിടെ തന്നെ അമ്മാച്ചനുണ്ട്. റെജിക്ക് അറിയാതെ വേറെ എങ്ങും പോയിട്ടില്ല. എന്തെങ്കിലും സംഭവിച്ചു കാണും. അന്ന് അവിടെ ബഹളം നടന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഏക സംശയം. ഇന്ന് നാളെ ഞങ്ങൾ ഇറങ്ങി പ്രതിയെ പിടിച്ച് പെണ്ണുങ്ങളെ ചോദ്യം ചെയ്ത പോലീസുകാരോ മറ്റ് പാർട്ടിക്കാരോ രാഷ്ട്രീയക്കാരോ ഒറ്റ വരണം അതിനകത്ത് ഇടപെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇനി ഞങ്ങളുടെ തീരുമാനം അതാ. ഞങ്ങൾ പെണ്ണുങ്ങളെ ഇറങ്ങുന്നത്. ഇന്ന് ഞങ്ങൾ പെണ്ണുങ്ങളെ ഇറങ്ങിയേക്കുന്നത്. പക്ഷേ ഇത് നീതി ഞങ്ങൾക്ക് കിട്ടി വെക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരൊറ്റ പ്രതിയെ ഞങ്ങൾ പിടിക്കില്ല. ഞങ്ങൾ കയറി പൊക്കും. അപ്പോൾ പിന്നെ ഈ പത്രക്കാരോ അല്ലെങ്കിൽ പോലീസുകാരോ ഫോറസ്റ്റുകാരോ നാട്ടുകാരോ പാർട്ടിക്കാരോ ആരും കയറാൻ ഞങ്ങളെ നിൽക്കില്ല. കയറുന്നവരെ ഞങ്ങൾ അറിയും. ഇത് ഞങ്ങളുടെ തീരുമാനം. സത്യം. ഞങ്ങൾ ഉറച്ച കാര്യം. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തൊരു കുഞ്ഞായത്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത 10 ചീത്ത പറഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം കൊടുത്ത കൈകൊണ്ട് നീട്ടി മേടിച്ച് കുടിക്കുന്നൊരു കുഞ്ഞ്. അവൻ ഇന്ന് പോയിട്ട് 24 ദിവസമായി. ഇത് കേരളമായത്. തമിഴ്നാടോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനം അല്ല ഇത് കേരളം. ഈ കേരളത്തിൽ ഇന്ന് ഇവർ പാവപ്പെട്ടം പോയിട്ട് 24 ദിവസം. ഈ വീട്ടിൽ നിന്ന് അവൻ സഞ്ചി എടുത്ത് അവൻ്റെ പെങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് പോയതാ, ചേച്ചി ഞാൻ ഇന്നിച്ചിരി നേരത്തെ വരും 16-ാം തീയതി. ആ വീട്ടിൽ നിന്ന് പോയ കുഞ്ഞായത്. ഇന്ന് 24 ദിവസമായി. പാറ എടുക്കല് പാറ കുഴിച്ചിട്ടാണ് ഈ കന്നാസ് അവിടെ ഇറക്കി വെച്ചിരുന്നത്. ഞങ്ങൾക്ക് തപ്പി പോയപ്പോഴാണ് കന്നാസ് കിട്ടുന്നത്. അത് ഫോറസ്റ്റുകാരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തെളിവില്ലെന്ന് പറഞ്ഞ് അവൻ്റെ തോർത്ത് കിട്ടി. അത് മരത്തിൻ്റെ അമ്മയുടെ ഏതാണ്ട് നമ്മൾ സാധാരണ എറിഞ്ഞാൽ വീഴത്തില്ല. കല്ല് ചുരുട്ടി തോർത്തിനകത്ത് എറിഞ്ഞെങ്കിൽ അത്രയും വരത്തില്ല, തോർത്ത് ചെല്ലത്തുള്ളൂ. അത് കിട്ടി. അവർ ഈ വാറ്റ് സാധനത്തിനകത്ത് എടുക്കുന്ന മൈദാമാവ് അത് യവന്മാർ ചുട്ടി അത് ഷർട്ടിനകത്ത് മൊത്തം ഉണ്ടല്ലോ കുമ്മായം പോലെ പറ്റിയിരിപ്പുണ്ട്. അത് ഇന്ന് ഞങ്ങൾ കന്നാസ് എടുത്തപ്പോൾ കന്നാസിനകത്തും പറ്റിയിട്ടുണ്ട്. അപ്പം ഇത്രയും തെളിവ് ഞങ്ങൾ കൊടുത്തിട്ട് എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യാത്ത എന്താ? ഇവർക്ക് ഇനി ഇതിൽ കൂടുതൽ തെളിവെന്താ വേണ്ടുന്നത്? ഇവരെ പിടിച്ച് ചോദ്യം ചെയ്തെങ്കിലല്ലേ ഇവർ എന്തുവാന്നുള്ള കാര്യം നമുക്ക് കിട്ടത്തുള്ളൂ. എന്താ അവർ ചെയ്യാത്ത? 16-ാം തീയതി തൊട്ട് എൻ്റെ ആങ്ങളെ കാണാതായേ. ഇന്ന് 24 ദിവസമായി. ഇന്ന് വരെ അവൻ എവിടെ വന്നോ എന്തു വന്നോ ഞങ്ങൾക്കൊരറിവും കിട്ടിയിട്ടില്ല. അന്ന് തൊട്ട് പോലീസും നാട്ടുകാരും മൊത്തം ഈ വനം മൊത്തം കയറി ഇറങ്ങി നോക്കുക. ഈ പോലീസുകാർക്ക് മൊത്തം തുമ്പില്ല,
ഇതില്ലെന്നും പറഞ്ഞോണ്ടാ ഞങ്ങളോട് പറയുന്നത്. അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അവന്റെ ഷർട്ട് കിട്ടി, തോർത്ത് കിട്ടി, എല്ലാവർക്കും ഈ പാപ്പിക്കും ഈ റെജിക്കും ഈ രാജേഷിനും ഇവന്മാർക്കറിയാം. ഇവന്മാർ അറിഞ്ഞു കൊന്ന് എവിടെ കൊണ്ടുവന്ന് താത്ത് വെച്ചേക്കുക. എന്തുകൊണ്ട് എടുപ്പിക്കുന്നില്ല ഈ പോലീസ്? എനിക്ക് സംശയമുണ്ട്. എന്നോട് പറയാതെ 2 ദിവസത്തിൽ കൂടുതൽ എന്റെ കൊച്ചെങ്ങും പോകത്തില്ല. ഈ 2 ദിവസം കാണാതിരുന്നപ്പോഴാണ് ഞാൻ അവനെ തിരക്കി പോയി ഈ വനത്തുമുക്ക് ചെന്ന് എല്ലാവരും കൂടെ ഞാൻ ചോദിച്ച് അപ്പോഴേ ഈ പോയിന്റ് എന്ന് പറയുന്ന ഒരാള് അവനെ രഹസ്യമായിട്ട് അവിടെ അന്വേഷിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇത്രയും ദിവസം അവൻ കാണുന്നില്ല. രാത്രി 11 മണിയായപ്പോൾ ഒരു കുടുവാള് കൊടുത്തോണ്ട് അവൻ വനത്തിൽ കയറിപ്പോയിട്ട് പിന്നെ അവനെ കണ്ടിട്ടില്ല. അവൻ എവിടെ പോയി? ഇവനറിയാം, ഇവന്മാർക്കേ അറിയൂ. അത് യവന്മാരെ നല്ല രീതിയിൽ പിടിച്ച് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ. എന്നിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തില്ലേ ചേച്ചി? അവരെ വിളിപ്പിച്ചു അവരെ അവിടെ കൊണ്ടു ചെന്ന് വൈകുന്നേരം ആയപ്പോൾ അവരെ ഇറക്കി വിട്ട്. അത് പിടിക്കുന്നതൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്, പക്ഷെ ഇറക്കി വിടുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. അവരെന്തോ പറയുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല, എന്തോ ചെയ്യുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല, എന്തോ ചോദിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. അവര് വൈകുന്നേരം അപ്പോൾ ഇറക്കി വിടുന്നുണ്ട്. ഈ എല്ലാരെയും പിടിച്ചിട്ടുണ്ട്. എല്ലാരെയും പിടിച്ച് അവരെ ഇറക്കി വിടുകയും. മുമ്പ് ചേച്ചിയോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരുന്നു? ഞാനിവിടെ പനിയായിട്ട് സുഖമില്ലാതെ കിടന്നപ്പം അന്ന് 1 മണി വരെ അവന് ഇവിടെ പണിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഇറങ്ങിപ്പോകുന്നത്. 1 മണിയാപ്പം തിരിച്ചു വരാമെന്നും പറഞ്ഞ് പോയ എൻ്റെ കൊച്ചി ഇന്നീ നിമിഷം വരെ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. അവ എവിടെ പോയി? ഇവന്മാർക്കറിയാം. ഇവന്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്, റെജിയുടെ വീട്ടിൽ. എവിടെയെങ്കിലും ജീവനത്തെയെങ്കിലും ഉണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ അറിഞ്ഞെങ്കിൽ ഒരു വിഷമമില്ലായിരുന്നു. എപ്പോഴും ഇവിടെ വരെയൊക്കെ ചെയ്യുമോ? പിന്നെ തൊട്ട് താഴെയല്ലേ അവൻ്റെ കുടുംബ വീട്ടിലെ തള്ളയുടെയൊക്കെ കൂടെ ആയിരുന്നു. തള്ള അങ്ങ് മരിച്ചിപ്പോൾ 1 വർഷം തികഞ്ഞില്ല. പിന്നെ ഈ പെങ്ങളെ വീട്ടിലാണ് അവൻ നിൽക്കുന്നത്. എന്തോ ചെയ്യാനാ? എങ്ങോട്ട് പോയെന്നും പറഞ്ഞ് എവിടെയെന്നും പറഞ്ഞ് നമ്മൾ തിരക്കാനിനി സ്ഥലം. സാധാരണ വനത്തിൽ നിന്നൊരു കാട്ടുപന്നീനെ അല്ലെങ്കിൽ ഒരു എലിയെ പോലും പിടിച്ചാൽ ഫോറസ്റ്റ് ഒരു കേസെടുക്കും. ഇത് കാട്ടുപന്നിയെ പിടിച്ചെന്ന് പറഞ്ഞിട്ടും ഓരോരുത്തൻ്റെ വളർത്തു സംഘത്തിൽ ചെന്ന് ആ പന്നിയെ പിടിച്ചിട്ടും അവർക്ക് അതിനകത്ത് ഒരു തുമ്പുമില്ല. നാട്ടുകാരൊക്കെ നാട്ടുകാർ ഞങ്ങൾ ഇന്ന് ഒരു 40 പേര് കൂടുതലുണ്ടായിരുന്നു കാട് കയറാനെ കൊണ്ട്. കാടെന്ന് വെച്ചാൽ നമുക്ക് സംശയമുള്ള പാറച്ചാണ്. ആ പാറച്ചാണ് മൊത്തം കൊച്ചുങ്ങൾ ലൈറ്റ് വെച്ച് കെട്ടിയാണ് ആ പാറച്ചാണ് പരിശോധിച്ചത്. എന്നിട്ട് അവിടെ ഒരു തുമ്പുമില്ല. 2 പാറ അപ്പുറം ഇപ്പുറം ഉണ്ട്. ഒത്തിരി കിഴക്കോട്ട് മാറി, ഒന്നിഞ്ഞ് പടിഞ്ഞാറോട്ട് മാറി. ആ ചാണ് മൊത്തം നമ്മൾ പരിശോധിച്ചു. പക്ഷെ അവിടെ ഒന്നും ഒരു തുമ്പുമില്ല. ഇന്ന് ഞങ്ങൾ കയറി പോകുന്ന സമയത്തും അവൻ്റെ വീട്ടിലുണ്ട്. ഈ പ്രതികളെല്ലാം ഉണ്ട്. എന്നിട്ട് അവർ ചിരിച്ച് ഞങ്ങൾ ഈ കാട് കയറപ്പോൾ അവർ ചിരിച്ചും പറഞ്ഞ് നടക്കുക. അപ്പോൾ ഇത് എന്തോ അതിൻ്റെ തുമ്പെന്നാണ് ഞങ്ങളും ചോദിക്കുന്നത്. ഇത്രയും തുമ്പ് അവർ ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് അവരെ അർഷയുള്ള ഒരു തെളിവില്ല. ഇതൊരു തെളിവല്ലയോ? അവൻ്റെ തോറത്ത്, പിന്നെ മുടി, ഷർട്ട്, കയ്യിൽ, ഇതിൽ കൂടുതലൊന്നും ഇനി നമുക്കൊരു തെളിവ് കൊടുക്കണം. ഇനി അവർ വേണ്ട നമുക്ക് തെളിയിച്ചു തരാനും കൊണ്ട്. ഈ പാവങ്ങളായതുകൊണ്ടാണ് ഇവർ അനങ്ങാത്തത്. നമുക്കത് അറിയാനുള്ളത്. ഇത് ഒരു ചാനലുകാരോ അല്ലെങ്കിൽ ഈ പോലീസുകാരോ മാത്രമായിട്ടായിരിക്കും ഇത് ഓരോ ഉത്തരവാദിത്തമല്ലാതെ നിൽക്കുന്നത്. ബന്ധുക്കൾ പറഞ്ഞു വെക്കുന്നത് പോലെ ഇങ്ങനെ പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുമ്പോൾ കലേന്ദ്രന്റെ തിരോധാനത്തെ സംബന്ധിച്ച ദുരൂഹതകളും വർദ്ധിക്കുകയാണ്. അഞ്ചലിൽ നിന്നും അനീഷയ്ക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും റിജോ പത്തനാപുരം.